ഈ വർഷം തുടങ്ങിയത് തന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ന്യൂ ഇയർ ആശംസകൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് യുവാവിനെ 24 തവണ കുത്തി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു. അതിനുശേഷം ഇപ്പൊ വെറും 3 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഒരുപാട് കൊലപാതകങ്ങൾ, ഫൈറ്റ്, വയലൻസ് ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിന്നും ടീനേജറിൽ നിന്നും. അതിലെ ചില വാർത്തകളായിരുന്നു മകൻ അച്ഛനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, 5 പേരെ കൊലപ്പെടുത്തി 23 വയസ്സുകാരൻ, അങ്ങനെ ഒരുപാട് വാർത്തകൾ. ഏറ്റവും അവസാനം ഈ വാർത്തയും. ഇങ്ങനെ ടീനേജേഴ്സും ചെറുപ്പക്കാരും ഒരുപാട് വയലന്റ് പ്രവർത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചില ആൾക്കാർ കേരളത്തെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ചിലവര് സോഷ്യൽ മീഡിയ ആണ് കാരണമെന്ന് പറഞ്ഞു. പിന്നീട് കുറെ ആൾക്കാര് മദ്യത്തിനും മയക്കുമരുന്നിനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ഒരു മെജോറിറ്റി ആൾക്കാര് സിനിമയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന മാർക്കോ എന്നുള്ള സിനിമയെ പറ്റി ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു ഇത് വെറും സിനിമയല്ലേ, സിനിമ എങ്ങനെയാണ് ആൾക്കാരെ വയലന്റ് ആക്കുന്നത്, സിനിമ എങ്ങനെയാണ് ആൾക്കാരെ ക്രിമിനൽസ് ആക്കുന്നത് എന്ന് ചോദിക്കാനും തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനെപ്പറ്റി സംസാരിക്കാനും തുടങ്ങി. എന്നാൽ ഇതിന്റെ സൈക്കോളജി വശം അല്ലെങ്കിൽ റിസർച്ചുകൾ, പഠനങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് അധികം ആൾക്കാരും സംസാരിച്ചില്ല. കൂടുതൽ ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ശരിക്കും സിനിമയിൽ കാണിക്കുന്ന വയലൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ശരിക്കും സിനിമയിലെ വയലൻസ് ഒരാളെ ക്രിമിനൽ ആക്കി മാറ്റുന്നുണ്ടോ? ഈ വീഡിയോയിൽ നിന്നും ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഒരിക്കലും എന്റെ അഭിപ്രായമല്ല പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പഠനങ്ങൾ എന്താണ് പറയുന്നത്, സൈക്കോളജി ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിന്റെ ഡീപ്പർ ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നതിന് മുമ്പ്